എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത് കാലതാമസം നേരിടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ റെഡക്ടോന്റെ സ്ഥാപക നേതാവും അതുപോലെ എന്റെ സുഹൃത്തുമായിട്ടുള്ള പ്രതീഷ് ഒരു ഇന്റർനാഷണൽ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം എയർപോർട്ടിൽ വന്നു. ഇപ്പൊ ഞാനൊന്ന് സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട്. അപ്പോൾ ആ ഘട്ടത്തില് അദ്ദേഹം എനിക്കൊരു രണ്ട് പ്രതിമയാണ്, രണ്ട് ജൂനിയർ മാൻഡ്രേക്ക് സീനിയർ മാൻഡ്രേക്ക് പ്രതിമകൾ തന്നു. ആ പ്രതിമകളെ കിട്ടിയ പിന്നെ കാര്യങ്ങളൊക്കെ ആകെ വഷളാവാൻ തുടങ്ങി. സ്ഥിതിഗതികളൊക്കെ വളരെ വളരെ മോശമായി. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ ഒന്ന് നമുക്കറിയാം, ആ ജൂനിയർ മാൻഡ്രേക്ക് പ്രതിമ സിനിമ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. വലിയ തലവേദനയാണ് ഈ പ്രതിമ നമുക്ക് ഉണ്ടാക്കി വെക്കുക. എല്ലാം നിർഭാഗ്യം കൊണ്ടുവരും. അപ്പോ എനിക്ക് പ്രതീക്ഷ സമ്മാനമായി തന്ന രണ്ട് മാൻഡ്രേക്കുകളെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോ കരുതുന്നത്. ആ മാൻഡ്രേക്കുകളെ ഞാൻ ഒരു എന്താ പറയാ ഒരു ഇതിൽ പൊതിഞ്ഞ് നേരെ ഞാൻ കൊടുത്തു വിട്ടത് കാനഡയ്ക്കാണ്. കാനഡയിൽ അവിടെ നമ്മുടെ കൺസർവേറ്റീവ്സിന്റെ ഓഫീസ് ഉണ്ട്, ഒട്ടാവയിലാണ് പോകുന്നത്. ഞാൻ അങ്ങോട്ടാണ് ഇത് കൊടുത്തയച്ചത്. ഈ പ്രതിമ കിട്ടിയ പിന്നെ ഈ സീനിയർ മാൻഡ്രേക്കിന്റെ പ്രതിമ കിട്ടിയതിന്റെ തൊട്ടു പുറകെ ഈ കൺസർവേറ്റീവുകളുടെ കഷ്ടകാലം ആരംഭിച്ചു. ഇപ്പൊ നമ്മള് എപ്പോഴും പറയാറുണ്ടല്ലോ, അതായത് കമ്മികൾക്ക് കൺസർവേറ്റീവ്സിന് ഇഷ്ടമല്ല. അപ്പൊ ഇത്തവണ ഒരു വെറൈറ്റിക്ക് തോൽപ്പിക്കാൻ ഒരു വഴിയില്ലാതെ കണ്ടപ്പോൾ പ്രതീക്ഷ എനിക്ക് തന്ന ആ സീനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന കൂടോത്രത്തെ ഞാൻ കാനഡയ്ക്ക് അയക്കുകയാണ്. ആ കാനഡയ്ക്ക് അയച്ചതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള കൺസർവേറ്റീവ് കക്ഷി ഇലക്ഷനിൽ തോറ്റു. നിങ്ങൾ ആലോചിക്കണം, 2024 സമയത്ത് അതിന്റെ അവസാനത്തോടെ കൂടിയിട്ട് ഏകദേശം 26-27 ലീഡ് ഉണ്ടായിരുന്ന അവിടുത്തെ കൺസർവേറ്റീവ് കക്ഷി, അതിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ പിയറി ഒലിവർലി, അവര് വളരെ ലീഡ് എടുത്തപ്പോ ഉറപ്പിച്ചു. നിങ്ങൾ ആലോചിക്കണം, പിയറി പോയിലവറെ എന്ന് പറയുന്ന അവിടുത്തെ കൺസർവേറ്റീവ് നേതാവ്, അയാൾ 25-ാം വയസ്സിൽ MP ആയി. 2004 മുതൽ അയാൾ കൂട്ടിയും കിഴിച്ചും അയാൾ നേതാവാൻ വേണ്ടി അയാൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ഉപ്പായിട്ടതാണ് മനുഷ്യൻ. ഇപ്രാവശ്യം നമ്മൾ പറയല്ലോ, കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു ഒരവസ്ഥയില്. അതിന് പ്രധാന കാരണം ഞാൻ കൊടുത്തയച്ച ആ കൂടോത്രമാണ്. ആ കൂടോത്രത്തിന്റെ പേരാണ് സർ ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് ഇത് ഒരു ഞാനൊരു പ്രയോഗം ഉപയോഗിച്ചതേ ഉള്ളൂ, കൂടോത്രം മാൻഡ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ചില ആക്ഷൻസും മൂലം ഐഡിയോളജിക്കലി ട്രംപിനോട് ചേർന്ന് നിൽക്കുന്ന കാനഡയിലെ കൺസർവേറ്റീവ്സ് ഇലക്ഷനിൽ പരാജയപ്പെട്ടു. ഇപ്പൊ കാനഡയുടെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റിൻ ട്രൂഡോ ഭരിച്ചു കുളമാക്കിയ ഒരു സ്ഥലമാണ് കാനഡ. അവിടെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒക്കെ തന്നെ നമുക്കറിയാം. ഹൗസിംഗ് ക്രൈസിസുകൾ, ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ലിബറൽസ് ജയിക്കില്ല എന്ന് 100% കൺഫേമായി വെച്ച ഒരു സാധനത്തെ തന്റെ പ്രസ്താവനകൾ കൊണ്ടും തന്റെ കോമാളിത്തരം കൊണ്ടും നേരെ തിരിപ്പിക്കാനും ഏറ്റവും വിജയസാധ്യത, കാനഡയിൽ വേറെ ആര് വിജയിച്ചില്ലെങ്കിലും വിജയിക്കുമെന്ന് കരുതിയ കൺസർവേറ്റീവ് നേതാവ്, വളരെ എന്താ പറയാ, അതിന്റെ കൺസർവേറ്റീവ്സിന്റെ സ്റ്റാൽവാർട്ടായിട്ടുള്ള പിയറി പൊലിവറെ വരെ തോറ്റു. കാനഡയെ ഞങ്ങളെ 51-ാം സ്റ്റേറ്റ് ആക്കും, മറ്റേത് മർച്ച ചെയ്യുന്നുള്ളത്. പിന്നെ ഈ താരിഫിന്റെ പേരിലുള്ള ഈ കോമാളിത്തരം എല്ലാം കൂടിയായിട്ട് കൺസർവേറ്റീവ്സിന് വോട്ട് ചെയ്യാൻ നിന്നവർ പോലും മാറ്റിക്കുത്തി. സെയിം അനുഭവം ജർമ്മനിയിലുണ്ട്. AfD ജയിപ്പിക്കണമെന്ന് മസ്കും ട്രംപും പറഞ്ഞു. നാട്ടുകാര് ഓട് ആശാനെ, നിങ്ങള് പസഫിക് വഴി ഓട് ട്രംപെ പസഫിക് വഴി എന്ന് പറഞ്ഞ് അവര് ഓടിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പൊ ഈ മാൻഡ്രേക്കിനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മാൻഡ്രേക്ക് ഇരിക്കുന്ന സ്ഥലം നശിക്കുമെന്ന് പറയുന്നത് വെറുതെ. ഇപ്പോ എങ്ങനെയാണ് ചേച്ചെന്ന് ചോദിച്ചാല്, ഈ പിയറിക്ക് ഏകദേശം ട്രംപിന്റെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പോകണമെന്ന് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ട്രംപ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കാനഡയെ അനക്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ്
കാനഡ അമേരിക്ക ബോർഡറിലും നമ്മുടെ എങ്ങനെ ഇന്ത്യയില് ഖാലിസ്ഥാൻ വാദം ഉണ്ടായിരുന്നു, പഞ്ചാബ് ഖാലിസ്ഥാൻ വാദം ഉണ്ടായിരുന്നു, അതുപോലെ കാനഡയിലെ വളരെ പരിമിതമായ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു ആ ഒരു അമേരിക്കയുമായി ഞങ്ങൾ ലയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ എയിം ചെയ്തുകൊണ്ട് ഒരു മണ്ടൻ പ്രസ്താവന, ഈ കാലഘട്ടത്തിൽ ഒട്ടും യോജിക്കാത്ത ഒരു മണ്ടൻ പ്രസ്താവനയായ ഞങ്ങൾ കാനഡയെ അനക്സ് ചെയ്യും, കാനഡ ഇതിന്റെ സ്റ്റേറ്റായി മാറും എന്ന് പറയും. അതിന് ഓപ്പൺലി എൻഡോർസ് ചെയ്യുന്ന ഒളിഗാർക്കുകളും ബ്രോളിഗാർക്കുകളൊക്കെ വരുന്നു. അപ്പൊ ഇത് കാനഡയിലെ ജനങ്ങൾ എന്ത് പറഞ്ഞാലും വെൻ ഇറ്റ് കംസ് ടു ഇന്റഗ്രിറ്റി ആൻഡ് ഇഷ്യൂസ് അവർ പൊട്ടന്മാരല്ല. അവര് ബ്രെഡും ഇറച്ചിയൊക്കെ കഴിക്കുന്ന മനുഷ്യർ തന്നെയാണ്. സോ ദേ ടേൺഡ് അപ്സൈഡ് ഡൗൺ. ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചാൽ മാർക്ക് കാർണി ട്രൂഡോയെ പോലെ അത്ര വൈബ്രന്റ് അല്ല, പക്ഷെ എന്നാലും അതിനോടൊക്കെ തന്നെ കണ്ടുപിടിക്കാവുന്ന ഒരാളും ഇതായി. ഇതേ വിഷയം ഓസ്ട്രേലിയയിൽ ഉണ്ടായി. അപ്പോൾ ഈ ഡൊണാൾഡ് മാൻഡ്രേക്കിന്റെ ഈ എന്താ പറയാ കഷ്ടകാലം ഹോൾസെയിലായിട്ട് വിൽക്കുന്ന പരിപാടി അത് കാനഡയിൽ മാത്രം ഒതുങ്ങിയില്ല. ഇറ്റ് സ്ട്രേറ്റ്ലി വെൻ ടു ഓസ്ട്രേലിയ. അപ്പൊ അവിടെ ഇപ്പൊ നിലവിലെ ആന്റണി അൽബനീസ് എന്ന് പറയുന്ന അയാളൊരു ലിബറൽ കൈൻഡ് ഓഫ് ഗായാണ്. അയാളൊരു ആന്റി ട്രംപ് പ്ലാറ്റ്ഫോം ഒന്നും ഓപ്പൺ ചെയ്യാനൊന്നും ആൾ വന്നില്ല. ആളുടെ എതിരാളിയായിരുന്ന പീറ്റർ ഡട്ടൺ ഒരു ട്രംപ് സ്റ്റൈൽ പോളിസികളുടെ വലിയ ആരാധനയായിരുന്നു. മറ്റേ ഡീപ് പബ്ലിക് സെക്ടറിൽ കട്ട്സ് വരുത്തണം, കാര്യങ്ങൾ വേണം. അതിന്റെ ഭാഗമായിട്ട് അപ്പോ എല്ലാവരും ഓക്കെ, ട്രംപ് പോലെ നമ്മുടെ രക്ഷകനായ ഒരു ഫിനോമിന വരുന്നു, ഒരു രക്ഷകൻ വരുന്നു എന്നാണ് ഡട്ടണ കരുതിയത്. അപ്പോ പിയറി എങ്ങനെയാണോ കാനഡയിലായിരുന്നത്, ഓസ്ട്രേലിയയിൽ ഡട്ടണായിരുന്നു. ഈ രണ്ടുപേർക്കും ട്രംപിന്റെ ഫോറിൻ പോളിസി കാരണം അവരുടെ വോട്ടർമാർ തിരിഞ്ഞു നോക്കി. സീറ്റിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളുള്ളവർ തോറ്റു. ഡട്ടൺ, നിങ്ങൾ ആലോചിക്കണം, ഡട്ടണും പിയറി പൊലിവറയും ഒക്കെ വിജയിച്ചു എന്ന് അവിടത്തെ നിരീക്ഷകരും എല്ലാ നിരീക്ഷകരും ഇത് ചെയ്തൊരു സാധനത്തെ പണിയെടുക്കാത്ത, വളരെ ഡിസോർഗനൈസ്ഡ് ആൻഡ് അൺഡിസിപ്ലിൻഡ് ആയി കിടന്ന, അതുപോലെ എന്താ പറയാ ജനങ്ങളോട് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുന്ന ലിബറൽസിനെ സ്വന്തം ഇതുകൊണ്ട് ജയിപ്പിക്കാൻ ട്രംപിന് പറ്റി. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് വെച്ചാൽ ജയിച്ചിരുന്നെങ്കിൽ കാനഡ, US, അമേരിക്ക, ന്യൂസിലൻഡ്, അതുപോലെ UK, ഇത് ഈ 5 രാജ്യങ്ങൾ 5 ഐസ് എന്ന് പറയുന്ന ഇവർ തമ്മിലൊരു അലയൻസ് ആണ്. അതൊരു ഇന്റലിജൻസ് ആൻഡ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അലയൻസ് ആണ്. ഇറ്റ്സ് ഒരു വെസ്റ്റേൺ പൊല്യൂഷനാണ്, ഒരു വെസ്റ്റേൺ ലോകത്തിലെ പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ഒരു പൊല്യൂഷനാണ്. സോ അതിലേക്ക് തന്റെ പിടി മുറുക്കാനും ഈ അമേരിക്കയെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയോളജിക്കൽ നെക്സസ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. മിണ്ടാതിരുന്നെങ്കിൽ പിയറി പൊലിവറെ കാനഡയിലും പീറ്റർ ഡട്ടൺ ഓസ്ട്രേലിയയിലും ജയിച്ചാണ്. ഇപ്പൊ നിലവിൽ എന്താ വെച്ചാൽ ഈ 5 ഐസില് ന്യൂസിലൻഡില് പിന്നെയും അതൊരു കയ്യാലപ്പുറത്ത് തേങ്ങയാണ്, അങ്ങോട്ട് വേണമെങ്കിൽ പോയി. UK കെയർ സ്റ്റാമർ ആണുള്ളത്, ലേബർ പാർട്ടിയുടെ കെയർ സ്റ്റാമർ. ദോ ഹീസ് എ പ്രോ സയോണിസ്റ്റ്, യുനോ, അയാള് ഒരു മൈൽഡ് കൺസർവേറ്റീവ് ആണ്. എങ്ങനെ ലേബർ പാർട്ടിയിൽ വന്നു ലേബറുകൾക്ക് പോലും അറിയില്ല. സോ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്കിൽ പോലും നോട്ട് എ ഗുഡ് റിലേഷൻ വിത്ത് കെയർ സ്റ്റാമർ. അതിന്റെ ഒപ്പം തന്നെയാണ് എന്താ പറയാ ആന്റി ട്രംപിസം കാരണം, അതായത് ട്രംപിന്റെ ഫോറിൻ പോളിസി ഉണ്ടാക്കിയ ഡിസ്റപ്ഷനിൽ ഉണ്ടായ കാര്യങ്ങൾ കാരണം എന്താ പറയാ ജയിച്ച ഫിഗറുകൾ ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരു ഹിസ്റ്റോറിക്കലി ഈ അലയൻസുകൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നും വരില്ലെങ്കിൽ പോലും ഐഡിയോളജിക്കലിയും സ്ട്രാറ്റജിക്കലിയും ജിയോ പൊളിറ്റിക്കലിയും സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ട്രംപ് എന്ത് ചെയ്താലും കൈപൊക്കാൻ കെൽപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈവൻ അതിൽ പാർട്ട്നേഴ്സ് ആവാൻ വരെ ചാൻസ് ഉണ്ടായിരുന്ന ആളുകളെയാണ് ട്രംപ് ഈ മാൻഡ്രയ്ക്ക് പരാജയപ്പെടുത്തിയത്. അപ്പോ ഞാൻ എപ്പോഴും ചില വീഡിയോസിൽ ആവർത്തിച്ച് പറയാറുള്ള ഒരു ചൊല്ലാണ്, വെൻ എ ക്ലൗൺ ടേക്സ് ഓവർ ദ കൺട്രി, ദ എൻറ്റയർ കൺട്രി ബിക്കംസ് എ സർക്കസ്. സോ ഒരു രാജ്യത്ത് ഒരു കോമാളി അധികാരത്തിൽ വന്നാൽ രാജ്യം ഒരു സർക്കസായി. ലോക സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്ത് ഒരു കോമാളി വന്നിരുന്നാൽ ആഗോള വ്യവസ്ഥ തന്നെ ഒരു സർക്കസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സർക്കസുകളിൽ ഇപ്പം മാൻഡ്രേക്ക് സിനിമ, ജൂനിയർ മാൻഡ്രേക്ക് സിനിമ നമുക്ക് കണ്ടറിയാം. അത് ചിരിച്ചുകൊണ്ട് ട്രംപിനെ സ്വീകരിച്ചവർക്കൊക്കെ പണി കിട്ടും. മാൻഡ്രേക്ക് ചിരിച്ചവർക്ക് പണി കിട്ടും.
അല്ലാത്ത ഒഴിവാക്കി വിട്ടാല് പോകത്തുള്ളൂ. ഈ ട്രംപിന്റെ വരവിനെ ചിരിക്കാതെ സ്വീകരിച്ച് അല്ലെങ്കിൽ അതിനെ ഒരു പുച്ഛത്തോടു കൂടി കണ്ട് ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് നീ വാ എന്നൊരു സാധനത്തില് ഇരുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ റിട്ടാലിയേഷൻ താരിഫ് എന്ന് പറയുമ്പോൾ പോലും ചൈന പ്രിപ്പയർഡ് ആയിരുന്നു. ദേ ആർ ഡൈവേഴ്സിഫൈങ് മെനി തിങ്സ്. ഇത് ഞാൻ പറഞ്ഞ വെറുതെ അല്ല. നമ്മുടെ ഫിനാൻഷ്യൽ ടൈംസ്, നമുക്കറിയാം FTയിൽ ഫിനാൻഷ്യൽ ടൈംസിൽ ഒരു ആർട്ടിക്കിള് മെയ് 2 വന്നിരുന്നു. ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഹൗ ചൈന ഈസ് ക്വൈറ്റ്ലി ഡൈവേഴ്സിഫൈങ് ഫ്രം US ട്രഷറീസ്. അമേരിക്കയുടെ ട്രഷറി ഉപയോഗിച്ചുകൊണ്ട് ചൈന എങ്ങനെയാണ് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ട്രംപ് ജയിക്കും എന്ന് തോന്നിയ സമയത്ത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന, അവിടുത്തെ ഏറ്റവും അപെക്സ് ബാങ്ക് ആയിട്ടുള്ള ബാങ്ക്, ടോപ്പ് മോസ്റ്റ് ബാങ്ക് ആയിട്ടുള്ള ബാങ്ക്, അവര് ഒരു മറ്റേ സ്ട്രാറ്റജി ടീമിനെ രൂപീകരിച്ച് എങ്ങനെയാണ് ഇത് വാട്ട് വിൽ ബി ട്രംപ്സ് നെക്സ്റ്റ് സ്റ്റെപ്സ് എന്നൊക്കെ നോക്കി അവര് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ട്രംപ് ചെയ്യാൻ പോകുന്ന ഫനറ്റിക് ആയിട്ടുള്ള ഈ മണ്ടത്തരങ്ങൾ കൗണ്ടർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ കയ്യില് പിടിച്ചിരിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ ചൈനയും US തമ്മിലുള്ള യുദ്ധത്തില്, ഈ ട്രേഡ് വാറിൽ ഏറ്റവും സഫർ ചെയ്യുന്നത് ഈ രണ്ട് രാജ്യങ്ങളല്ലാത്ത, അതായത് വേറെ സോണുകളിൽ പെടുന്ന, എക്കണോമിക് സോണുകളിൽ പെടുന്ന രാജ്യങ്ങളും അതുപോലെ അമേരിക്കയിലെ പാവപ്പെട്ട ജനങ്ങളുമാണ്. കാരണം ചൈനയെ താങ്ങും തോറും അമേരിക്കൻ മാനുഫാക്ചറിങ് സെക്ടർ മെച്ചപ്പെടുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അതുപോലെയല്ല സംഭവിക്കുന്നത്. ഇത് വളരെ നമ്മൾ സദാവർ നോക്കേണ്ട ഒരു കാര്യമാണ്. ചൈന വാസ് പ്രിപ്പയർഡ് ഫോർ ദിസ് തിങ്. സോ ചൈന ഇതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഈ മാൻഡ്രേക്കിനെ കൊണ്ട് നടക്കുന്ന എല്ലാവരും എന്താ പറയാ, കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ചൈന രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ വാട്ട് അബൌട്ട് താരിഫ്, അതൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ ടോക്കിൽ അതിനുള്ളൊരു സമയത്തിന്റെ പരിധിയുള്ള ഒരു കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് ഐ റിയലി റെക്കമെൻഡ് ദിസ് ആർട്ടിക്കിൾ, ഫിനാൻഷ്യൽ ടൈംസിൽ വന്ന ഈ ആർട്ടിക്കിൾ, ഹൗ ചൈന ഈസ് ക്വൈറ്റ്ലി ഡൈവേഴ്സിഫൈങ് ഫ്രം US ട്രഷറീസ് എന്ന് പറയുന്ന ഈ ആർട്ടിക്കിള് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുന്നതാണ്. പിന്നെ വേറെ 2-3 പേപ്പേഴ്സ് ഒക്കെ ഇതിന്റെ പുറത്ത് പബ്ലിഷ് ആയിട്ടുണ്ട്. ആൻഡ് വി വിൽ കം ടു ദാറ്റ് ഇൻ ലേറ്റർ എപ്പിസോഡ്സ്. ആൻഡ് ഒരു സജഷൻ ആണ്, ഇൻ ദ എറ ഓഫ് ദിസ് ട്രേഡ് വാർസ്, നിങ്ങൾ തോമസ് ഫെർഗൂസണെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അദ്ദേഹം ഒരു എമർജിങ് ജയന്റ്, എക്കണോമിക്സിലും പൊളിറ്റിക്കൽ എക്കണോമിക്സിലും എമർജിങ് ജയന്റ് ആണ്. മാസാച്യുസെറ്റ് യൂണിവേഴ്സിറ്റിയിൽ, അതായത് ബോസ്റ്റണിൽ നിന്ന ആള് പ്രൊഫസർ റാങ്കിൽ റിട്ടയർ ചെയ്തു, എമറിറ്റസ് ആണ് ഇപ്പോൾ. സോ ഹീസ് എ എക്സ്പേർട്ട് ഇൻ ദീസ് തിങ്സ്. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ റെഫർ ചെയ്യണമെങ്കിൽ നല്ലതാണ്. അപ്പൊ ഒരു സീനിയർ മാൻഡ്രേക്കിനെ ഒഴിവാക്കി കഴിഞ്ഞ് ഞാൻ ചെറിയ ജോലിക്കൊക്കെ പോകണ്ട. അപ്പൊ ജോലിക്ക് പോയി ഇച്ചിരി പൈസ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു വാട്ടോടു ഷെയർ മാർക്കറ്റിലേക്ക് പോവാമെന്ന് കരുതിയപ്പോൾ അതായത് എന്തെങ്കിലും ഷെയർ പർച്ചേസ് ചെയ്യുക ഏതെങ്കിലും കമ്പനിയുടെ വിചാരിച്ച് ഞാൻ തുറന്നു നോക്കുമ്പോൾ എനിക്ക് അത്ര ഫേവറബിൾ ആയിട്ട് തോന്നിയില്ല. സോ ഐ തോട്ട് ഐ വിൽ ബൈ സം ക്രിപ്റ്റോ. അപ്പൊ ഞാൻ എന്റെ വലിയ സാലറി ഒന്നുമില്ല, ചെറിയൊരു സാലറിയാണ്. നമ്മുടെ വർക്കും ചെറിയ വർക്കാണ്, അതിനുള്ള സാലറി ഉണ്ട്. എന്നിരുന്നാൽ പോലും അങ്ങനെ സഫീഷ്യന്റ് സാലറി ഒന്നുമല്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ നീക്കാനുള്ളതുണ്ട്. അപ്പൊ ഞാൻ ആ പണം ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഐ ഫൗണ്ട് എ ക്രിപ്റ്റോ വിച്ച് വാസ് ലോഞ്ച്ഡ് ബൈ എ വെരി ഫേമസ് പേഴ്സൺ ഓഫ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കയിലെ വളരെ ഫേമസ് ആയ ഒരു വ്യക്തി അവിടെ ക്രിപ്റ്റോ ലോഞ്ച് ചെയ്തിട്ട് ഞാൻ ഷോക്ക് ആയി. എന്താ പറയാ, ഗോ വിത്ത് ദ ക്രിപ്റ്റോ ഞാൻ വിചാരിച്ചു. അദ്ദേഹത്തിന്റെ ക്രിപ്റ്റോയിൽ ഞാൻ ശരിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിബ്ര എന്ന പേരുള്ള ഒരു ക്രിപ്റ്റോയാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ ഞാൻ ആ ക്രിപ്റ്റോ വാങ്ങാൻ ഒരുപാട് ക്രിപ്റ്റോ എന്റെ പരിചയത്തിന് കുറെ സജസ്റ്റ് ചെയ്തു, അത് വാങ്ങിയാൽ മതി, ഇത് വാങ്ങിയാൽ മതി. ബട്ട് ഐ തോട്ട് ഐ ഗോ ഫോർ സംതിങ് ഗുഡ്. കാരണം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ലോഞ്ച് ചെയ്യുന്ന ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ മോർ ദാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് there will be something called integrity.
നമുക്ക് രാജ്യത്തിന്റെ ഭരണാധികാരിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും മിനിമം കാര്യത്തിന്റെ പേരാണ് ഇന്റഗ്രിറ്റി. അപ്പൊ ഇന്റഗ്രിറ്റി ഉണ്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ വാങ്ങിയ ടോക്കന്റെ പേരാണ് ഈ ക്രിപ്റ്റോന്റെ പേരാണ് ലിബ്ര. അതിട്ടിട്ട് ഞാൻ സന്തോഷത്തില് അത് വരുന്ന കാശ് ഞാൻ മറ്റേ ദാസനും വിജയനും സ്വപ്നം കാണുന്ന പോലെ മറ്റേ ഐശ്വര്യത്തിന്റെ സൈറൻ കേൾക്കാൻ വേണ്ടി ഞാനിങ്ങനെ കിടക്കുന്ന സമയത്താണ് ലിബ്രയിലും മെലാനിയയിലൊക്കെ ലോഞ്ച് ചെയ്തു. ഞാന് ഒക്കെ ഇതാക്കുമ്പോഴാണ് ഞാൻ ആ വാർത്ത കേൾക്കുന്നത്. ഇറ്റ് വാസ് എ സ്കാൻഡൽ. ഫോബ്സ് നമുക്കറിയാവുന്ന പേപ്പറാണ്. ഫോബ്സ് പത്രം ലാർജസ്റ്റ് ക്രിപ്റ്റോ തെഫ്റ്റ് എന്ന് ഫോബ്സ് മാത്രമല്ല, ധാരാളം ലോകം തന്നെ പറയുന്ന ഏറ്റവും വലിയ ക്രിപ്റ്റോ തെഫ്റ്റ് അതിലാണ് ഗൈസ് ഞാൻ പോയി ഇൻവെസ്റ്റ് ചെയ്തത്. ലിബ്ര, വിച്ച് വാസ് ലോഞ്ച്ഡ് ബൈ ദ ന്യൂ പോസ്റ്റർ ബോയ് ഓഫ് ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് ഹാവിയർ മിലി. ഹാവിയർ മിലി എന്ന ജൂനിയർ മാൻഡ്രേക്ക് ലോഞ്ച് ചെയ്ത ലിബ്ര എന്ന് പറയുന്ന ക്രിപ്റ്റോ വാങ്ങിയ എല്ലാവർക്കും 8ന്റെ അല്ല, 18ന്റെ അല്ല, 64ന്റെ അല്ല, 80-800ന്റെ ഒരു പണിയാണ് കിട്ടിയിട്ടുള്ളത്. So what happened is that the Forbes news run Argentina's 4.6 billion crypto scandal, largest ever crypto theft. അതായത് ചന്ദ്രനിൽ ചോതി ഈ ലിബ്ര വാങ്ങിയവനൊക്കെ 3G എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതല്ല, ഈ വാർത്ത നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. Many people are staying silent on this. And the good fact is that 86% of traders who bought into Libra crypto lost money, with total losses reaching $251 million. ഇതാണ് ഹാവിയർ മിലിയെ നമ്പിയാൽ നമ്പിയവൻ ഉജ്ജ്വലമാകുമെന്ന് അർജന്റീനക്കാര് പറയുന്നത് വെറുതെ അല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആൻഡ് ഈ സെക്കൻഡ്, അതായത് ജൂനിയർ മാൻഡ്രേക്ക് ക്രിപ്റ്റോയിൽ നിർത്തിയില്ല. എന്റെ പൈസ പോയത് പോട്ടെ, ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനങ്ങനെ വലിയൊരു തുകയൊന്നും ഇട്ടിട്ടില്ല. ഒരു $1 കൺവർഷൻ നോക്കുമ്പോൾ ശരിയാണ്, എനിക്ക് കൺസിഡറബിൾ ആയിട്ട് ലോസ് വന്നിട്ടുണ്ട്. ഈ മാസം ഞാൻ ഷർട്ടും കുറച്ച് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വിചാരിച്ച പൈസയാണ് പോയത്. ബട്ട് ഐ വാസ് വെരി വിഷമിച്ചു പോയി. സോ ഞാൻ പോട്ടെ എന്ന് വെച്ചു. നമ്മള് ഇതൊക്കെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്, ഞാൻ അത് പോട്ടെ എന്ന് വെച്ചു. ബട്ട് വിഷയം എന്ന് വെച്ചാല് ഹാവിയർ മിലി അധികാരത്തിൽ വന്ന സമയത്ത് നമുക്കറിയാം, റെഡക്ടോയിലും ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു അബൌട്ട് ഹിസ് പോളിസീസ് ആൻഡ് അതർ തിങ്സ്. സോ അന്ന് പലരും പറഞ്ഞു, നോ, നിങ്ങൾ പറയുന്ന പോലെയല്ല, നിങ്ങൾ കമ്മിയാണ്, മറ്റേ ഇതാണ് അതാണ്, നിങ്ങൾക്ക് ആ രാജ്യം രക്ഷപ്പെടുന്നതിനുള്ള പ്രശ്നമാണ്. സീ ഹൗ എ mad person or a cool person is going to rescue Argentina from after effects of communism എന്നൊക്കെയാണ് കുറെ പേര് പറഞ്ഞത്. ചെഗുവേര അർജന്റീനയിൽ ജനിച്ചു വന്നുകൊണ്ട് അർജന്റീന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമൊന്നും ആയിട്ടില്ല. ഈ ചരിത്രം അറിയാത്ത പമ്പര വിഡ്ഢികളുടെ അറിവിലേക്ക് പറയുന്നതാണ്. അർജന്റീനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം, സോഷ്യലിസ്റ്റ് ഭരണം ഒന്നും ഉണ്ടായിരുന്നില്ല. ദേവർ പെറോണൈറ്റ്സ്, അതായത് ഫ്രീ മാർക്കറ്റിനെ അനുകൂലിക്കുന്നു. അതായത് ഇവിടുത്തെ നരസിംഹറാവുവിന്റെ കോൺഗ്രസ് പോലത്തെ ഒരു റെജീമാണ് അർജന്റീനയിൽ ഫ്രീ ഹാവിയർ ടൈമുകളുണ്ടായിരുന്നത്. ഹാവിയർ മിലി വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ദേ ആർ നോട്ട് എനി സോഷ്യലിസ്റ്റ് ഓർ കമ്മ്യൂണിസ്റ്റ്. ഇത് മിനിമം വിക്കിപീഡിയ വായിച്ചാൽ ബോധമുള്ളവന് മനസ്സിലാവും, ബോധമില്ലാത്തൊരു കാര്യം എനിക്കറിയില്ല. എന്നാലും പല പമ്പരവിഡ്ഢികളുടെയും അറിവിലേക്ക് ഞാൻ പറഞ്ഞതാണ്. ഹാവിയർ മിലിക്ക് മുമ്പുണ്ടായിരുന്ന ഫറോണിസ്റ്റുകളെ ദയവ് ചെയ്ത് ഇടതുപക്ഷത്തിന്റെയും കമ്മികളുടെയും തലയ്ക്ക് വെക്കരുത്. സോ പറഞ്ഞത് പോയിന്റ് എന്ന് വെച്ചാൽ, ഹാവിയർ മിലി അധികാരത്തിൽ നമ്മൾ ആള് പറഞ്ഞ വെച്ചാൽ IMF ലോൺ എടുത്തിട്ടുണ്ട്. ദർ ഈസ് എ ബിഗ് ഡെപ്റ്റ് ഇഷ്യൂ. നോ ഇഷ്യൂ, കല്ലി വല്ലി, ഞാൻ സോൾവ് ചെയ്തത്. അതാണ് ആള് പറഞ്ഞത്. അപ്പൊ ആളെ അധികാരത്തിൽ വന്നാൽ എല്ലാം സോൾവ് ചെയ്യാന്ന്. ഓക്കെ, എല്ലാരും പറഞ്ഞു കണ്ടോളൂ, ഓസ്ട്രിയൻ എക്കണോമിക്സുകൾ, ഫ്രീ മാർക്കറ്റ് എക്കണോമിക്സ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഡെപ്റ്റ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഏപ്രിൽ മാസത്തില് IMFന്റെ ഒരു പ്രസ്താവന, റിപ്പോർട്ട് ഏപ്രിൽ മാസത്തിലാണ്. അത് വായിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലായത്, സീനിയർ മാൻഡ്രേക്കിന്റെ ഒപ്പം വരില്ലെങ്കിലും
ഒരു രാജ്യം കുളം തോണ്ടാൻ പോകുന്ന ഒരു ജൂനിയർ മാൻഡ്രേക്കാണ് ഹാവിയർ മിലിയ. അദ്ദേഹം വാഗ്ദാനം നൽകിയത് ഡെപ്റ്റ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതാണ്. $20 ബില്യൺ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMF-ൽ നിന്ന് കടമെടുക്കാൻ ഹാവിയർ മിലി തീരുമാനിച്ചു. ഒരു ഫൺ ഫാക്ട്, ഇതിന്റെ വോട്ടെടുപ്പ് അർജന്റീന പാർലമെന്റിൽ നടന്നു. തനിക്ക് അനുകൂലമായി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ഭരണപക്ഷം, ഹാവിയർ മിലിയുടെ പക്ഷം, ഈ വോട്ടിംഗ് തടസ്സപ്പെടുത്തുകയും മറ്റേ സ്ക്രീൻ ഓഫ് ചെയ്യുക, മറ്റേ മൈക്ക് ഓഫ് ചെയ്യുക, അങ്ങനത്തെ കലാപരിപാടികളിൽ ഏർപ്പെടുകയാണ്. സോ വാഗ്ദാനം എന്തായിരുന്നു? ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ, ഡെപ്റ്റ് ഇഷ്യൂസ് സോൾവ് ചെയ്യും, മറ്റു കാര്യങ്ങൾ സോൾവ് ചെയ്യും, ഇതിപ്പൊ ശരിയാക്കി തരാം, മൊയ്തീനെ ചെറിയ സ്പാൻഡർ എടുത്തതെന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് അതിൽ സംഭവിച്ച പോലെ ട്രാക്ടർ വന്ന് മതിലടിച്ച് ഇപ്പൊ തകർത്തിട്ടുണ്ട്. ഈ ഡെപ്റ്റ് ഒന്നുകൂടി വർദ്ധിക്കുകയും അവിടെയുള്ള പ്രൈസ് ഇൻഫ്ലേഷനും ഇൻഇക്വാലിറ്റിയും പോവർട്ടിയും വീണ്ടും കൂടുകയും ചെയ്യുന്ന സമയത്ത് ഹാവിയർ മിലി കുതിരവട്ടം പപ്പുവിനെ പോലെ പറയും, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നിരത്തി പൊളിച്ചതിനെ കാണാൻ ഭംഗി ഉണ്ടായില്ലേ. നമ്മുടെ പപ്പു പറഞ്ഞ പോലെ ആ വീടും കൂടി പോയി നന്നായിനെന്ന് പറഞ്ഞ പോലെ നാട്ടുകാരെയും കൂടി ഒന്നും കൂടി പിച്ചച്ചട്ടി എടുപ്പിച്ചതിനൊന്നും നന്നായിനെന്ന് പറഞ്ഞു. സോ ഈ രണ്ട് മാൻഡ്രേക്കുമാരെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇറ്റ് ഈസ് ദ പീപ്പിൾ ഹു ഓൾവേസ് ഡിറ്റർമിൻ ദെയർ ഡെസ്റ്റിനി ആൻഡ് ഹിസ്റ്ററി എന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അറിയില്ല. എൽ ലോക്കോ എന്നാണ് ഈ ഹാവിയർ മിലിയെ നിക്നെയിം, എൽ ലോക്കോ. അപ്പൊ എൽ ലോക്കോന്റെ നയങ്ങള് അവരുടെ എക്കണോമിയിൽ ഒരു എൽ നിനോ അഥവാ മറ്റേ എൽ നിനോ നമുക്കറിയാലോ, നമ്മുടെ ഈ ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ്, അതായി മാറി ഇപ്പോ മറച്ചിടുമെന്ന് പറഞ്ഞിട്ടാണ് ആള് വന്നത്. ബട്ട് പറഞ്ഞതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ. ഞങ്ങൾ ലോണില്ല, ലോണുകളൊക്കെ അവസാനിപ്പിക്കും, ഇനിയൊരു ഡെപ്റ്റിൽ അമേരിക്കക്ക് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആള് ചെന്നതാണ്. ബട്ട് വാട്ട് ഹി ഡൂയിങ്, ഹിസ് ടേക്കിംഗ് അതർ ലോൺ. ഏറ്റവും എനിക്ക് കൗതുകമില്ല, ബട്ട് നിങ്ങൾക്ക് കൗതുകമായിരിക്കും. IMF-ന്റെ പ്രതിനിധി, ദ റെപ്രസെന്റേറ്റീവ് വാസ് ഡൂയിങ് ദ പ്രസ് മീറ്റ്, ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥയാണ്. അവര് ഇതിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അവർ ഈ ലോൺ ഡിക്ലെയർ സമയത്ത് പറഞ്ഞ വെച്ചാൽ, ഈ ലോൺ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഹാവിയർ മിലിയെ തന്നെ ജയിപ്പിക്കണം. IMF-ന്റെ പണി ലോൺ കൊടുക്കുക, രാജ്യത്തെ കുളം തോണ്ടുക എന്നുള്ളതാണ്. ലോൺ കൊടുക്കുന്നതിനൊപ്പം അവിടുത്തെ പ്രസിഡന്റിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യേണ്ട ആവശ്യം IMF-ന് ടെക്നിക്കലി ഇല്ല. പക്ഷെ IMF അത് ചെയ്യാൻ ഉദ്ദേശം തോന്നാതിരിക്കില്ല. അതായത് എക്സ്പ്ലിസിറ്റ്ലി പറയാണ്, യു വോട്ട് ഫോർ ഹാവിയർ മിലി, ലോണുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് ഹാവിയർ മിലി ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇങ്ങനെ ലോണുകൾ തന്നുകൊണ്ടിരിക്കാൻ റെഡിയാണ് എന്നാണ് IMF പറയുന്നത്. സോ ആസ് ഐ സെഡ് ബിഫോർ, you elect a joker, your country will turn into a big circus in അതായി മാറും, അതില് സംശയമൊന്നുമില്ല. ആൻഡ് ഇതിന് ഞാൻ പറഞ്ഞല്ലോ, അതൊരു സ്നോ പരിഹാരം. ഒരു ചെറിയൊരു സിനിമ റെഫറൻസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ബാറ്റ്മാൻ മൂവി എല്ലാവരും കാണാറുള്ളതാണ്. സോ ബാറ്റ്മാൻ മൂവി റിവ്യൂസ് പലരും ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്, എസ്പെഷ്യലി ഈവൻ തിയറട്ടീഷ്യൻസ്. സോ ഞാൻ എൻ്റെ ഒരു അനാലിസിസ് പറയാം. അതായത് ബാറ്റ്മാൻ ആണോ കൂൾ അതോ ജോക്കർ ആണോ കൂൾ എന്ന് ചോദിച്ചാൽ പലരും എന്താ പറയാ യെസ്, ജോക്കർ ആണ് നല്ലത്. ജോക്കർ ഈസ് ഹാവിങ് എ റിസ്, ജോക്കറിന് ഒരു റിസ് ഉണ്ട്, ഒരു മ്യൂയിങ് സ്ട്രീക്ക് ഉണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയാ. കാരണം യുനോ ബാറ്റ്മാൻ അവതരിപ്പിക്കുന്നത്, ക്രിസ്റ്റഫർ നോളൻ അവതരിപ്പിക്കുന്നത്, ഹീസ് എ ട്രഡീഷണൽ ആയ റൂൾസ് ആൻഡ് വാല്യൂസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്ന, ഒരു ഓർഡർ വേണമെന്ന് പറയുന്ന, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള, എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ലോ എൻഫോഴ്സ്മെന്റ് ശക്തി എന്ന രീതിയിലൊക്കെ
സ്വയം പ്രതിഷ്ഠിച്ച് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജോക്കർ ഫണ്ടമെന്റലി ചോദ്യം ചെയ്യുന്ന കാര്യം എന്താണ്, ലൈക്ക് ഈ എക്സ്ട്രാ പവർ എങ്ങനെ ബാറ്റ്മാന് വരുന്നത്, അങ്ങനെയാണ്. സോ ബട്ട് എൻ്റെ ഒരു ഒബ്സർവേഷൻ, ജോക്കറിന്റെ എക്സിസ്റ്റൻസ് വാലിഡേറ്റ് ചെയ്യുന്നത് ബാറ്റ്മാൻ. അതായത് എന്തൊക്കെ പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ബാറ്റ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇൻ ദ നെയിം ഓഫ് കീപ്പിംഗ് ദ ലോ ഈസ് ഗോയിങ് പാരലൽ ടു ഇറ്റ്. ഈ പാരലായി പോകുന്ന സംഭവത്തെ ഇപ്പൊ ഇതിനെ നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ട്രംപ് ഹി അപ്പിയേഴ്സ് ആസ് എ ജോക്കർ ഫിഗർ. തമാശകൾ, വളരെ എന്താ പറയാ, വ്യത്യസ്തമായ അപ്രോച്ച്, വ്യത്യസ്തമായ കാര്യങ്ങൾ, നിലനിൽക്കുന്ന ഓർഡറിൽ മാറ്റം വരണം, ദർ ഈസ് എ ഡീപ് സ്റ്റേറ്റ്, ഇതൊക്കെയാണ് ട്രംപ്, എലോൺ മസ്ക് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജഡ്ജിമാരെ മാറ്റണം, അവരെ മാറ്റണം, ഇവരിതാക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. സോ ബാറ്റ്മാനെതിരെ വരുന്ന ജോക്കേഴ്സിനെ പോലെ ഇവർ നിൽക്കുന്നുണ്ട്. ബാറ്റ്മാൻ ഞാൻ പറഞ്ഞ ഈസ് എ പാരലൽ ജുഡീഷ്യറി, അല്ലെങ്കിൽ പാരലൽ ലോ എൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ പാരലൽ ലോ എൻഫോഴ്സ്മെന്റ് സിംബലൈസ് ചെയ്യുന്നത് ഈ കറപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ ബട്ട് വാട്ട് ഈസ് ജോക്കർ ഡൂയിങ്? ജോക്കർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ബാറ്റ്മാന്റെ ആവശ്യകതയെ അയാൾ വീണ്ടും വിളിച്ചു പോയി. ഇൻ ദ നെയിം ഓഫ് ചലഞ്ചിങ് ബാറ്റ്മാൻ, ഇൻ ദ നെയിം ഓഫ് അനൈലൈറ്റിംഗ് ബാറ്റ്മാൻ, ബാറ്റ്മാൻ ഇല്ലാതാക്കുക, ബാറ്റ്മാൻ അല്ലെങ്കിൽ ബാറ്റ്മാന് നിരന്തരമായ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതില് ആക്ച്വലി ബാറ്റ്മാന്റെ പ്രസൻസിനെ കംപ്ലീറ്റ്ലി വാലിഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് വാട്ട് ഹാപ്പൻഡ് ഈസ് ഇൻ കാനഡ ഇലക്ഷൻ എടുത്താലും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് ഞാൻ പറയാണ്, ഇഫ് നിങ്ങൾ ട്രംപും ഇലോൺ മസ്കും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യത്തെ അവർ ഡീപ് സ്റ്റേറ്റിനെ ഇതാക്കാൻ നോക്കുകയാണ്, അവർ റാഡിക്കൽ ലെഫ്റ്റിനെ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ലെഫ്റ്റിനെ, പോസ്റ്റ് മോഡേൺ മാർക്സിസ്റ്റുകളെ അല്ലെങ്കിൽ കൾച്ചറൽ മാർക്സിസ്റ്റുകളൊക്കെ അവര് നശിപ്പിക്കാൻ നോക്കുക, ലൈക്ക് ദേ ആർ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് ഡീപ് സ്റ്റേറ്റ്, ദേ ആർ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് ദിസ് ദാറ്റ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ ആ ആർഗ്യുമെന്റ് ശരിയാണ്, അല്ലെങ്കിൽ അവർ അതിനെ ഡിഫീറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചാൽ പോലും വാട്ട് ദേ ആർ ഗോയിങ് ടു ബ്രിങ്, അവർ കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഹോളിസ്റ്റിക് ആയ കാര്യമൊന്നുമല്ല. അതായത് ബാറ്റ്മാന്റെ എക്സ്ട്രാ ജുഡീഷ്യൽ, എക്സ്ട്രാ ലോ എൻഫോഴ്സ്മെന്റ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും ജോക്കർ ശ്രമിക്കുന്നത് അനാർക്കി സൃഷ്ടിക്കാനാണ്. ജോക്കറിന് വേണ്ടത് ഒരു അനാർക്കിയാണ്. ആൻഡ് അനാർക്കി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം ഹീസ് കൈൻഡ് ഓഫ് മേക്കിംഗ് എൻ ഇംപ്രഷൻ ദാറ്റ് ബാറ്റ്മാൻ ഈസ് റെലവന്റ് ഫോർ ദ സൊസൈറ്റി. അപ്പൊ ട്രംപ് ഈ കാനഡ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ ജോക്കർ മോഡൽ വിളിച്ചു പറയുകയും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇലോൺ മസ്ക് വരികയും ചെയ്യുമ്പോൾ ലിബറൽ പാർട്ടി എന്ന് പറയുന്ന ബാറ്റ്മാനെ അവിടെ ബാറ്റ്മാൻ സിനിമയിൽ ബാറ്റ്മാൻ ഈസ് എക്സ്ട്രാ ജുഡീഷ്യൽ, അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മറ്റേ ഒരു പാരലൽ ഫിഗറാണ്, പാരലൽ ടു ഗവൺമെന്റ്, പാരലൽ ടു സ്റ്റേറ്റ്, പാരലൽ ടു പോലീസ് ഫിഗറാണ്. ആൻഡ് ലിബറൽ പാർട്ടി എന്താണ്, ഫോർ എക്സാമ്പിൾ ഇൻ കാനഡ ദേ ആർ ഡൂയിങ് കറപ്ഷൻസ്, അവര് അഴിമതി ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന ആളുകളാണ്. പക്ഷെ അത് നോക്കാതെ ജനങ്ങൾ, ഈവൻ ദോ ദാറ്റ് ഈസ് ദ കേസ്, ഈവൻ ദോ ബാറ്റ്മാൻ ഈസ് പാരലൽ ആൻഡ് ഹി മേക്ക് എ ടേൺ ഡേഞ്ചർ ഇൻ ഫ്യൂച്ചർ, ലെറ്റ് us still have him because there is to occur എന്നാണ് ഗോതാം സിറ്റിയിലെ ജനങ്ങൾ ചിന്തിക്കുക. സെയിം സാധനം തന്നെയാണ് കാനഡയിൽ സംഭവിച്ചത്. ദ ജോക്കർ റിയലി വാലിഡേറ്റഡ് എക്സിസ്റ്റൻസ്. ട്രംപ് റിയലി വാലിഡേറ്റഡ് ദി എന്താ പറയാ, ജനങ്ങൾക്ക് തന്നെ ഒരു വാലിഡേഷൻ കൊടുത്താണ് ലിബറൽ ഈസ് ഗുഡ് എന്ന്. ബട്ട് ഇൻ റിയാലിറ്റി ലിബറൽ പാർട്ടി ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ കാനഡ. സോ ഇൻ ബോത്ത് കേസസ് ആക്ച്വലി ഈ ഡീപ് സ്റ്റേറ്റ് കൾച്ചറൽ ഇത് ഇപ്പം ഞങ്ങൾ LGBT ഐഡിയോളജിയെ ഞങ്ങൾ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപും ഇലോൺ മസ്കും ആൻഡ് വാട്ട് എവർ ദിസ് അൾട്രാ റൈറ്റ് വിങ് മാഗ, മേക്ക് അമേരിക്ക, മേക്ക് ജർമ്മനി, മേക്ക് യൂറോപ്പ്, ഈ ഗ്രേറ്റ് അഗൈൻ ടീംസുകൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെന്ത് സാധനത്തെയാണ് എതിർക്കുന്നത് അതേ കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യാൻ, അതേ സാധനങ്ങളുടെ അവരുടെ വെർഷൻ ഡെവലപ്പ് ചെയ്യാനും പ്ലേസ് ചെയ്യാനാണ് അത് ശ്രമിക്കുന്നത്. അല്ലാതെ അതിനെന്നേക്കുമായി ടാർണിഷ് ചെയ്തൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരാനല്ല. ദേ ആർ ട്രൈങ് ടു ഇമ്പോസ് സംതിങ് സിമിലർ ബട്ട് വിച്ച് ഈസ് ഫേവറബിൾ ടു ദം, അത്രയേ ഉള്ളൂ. സോ ഇതാണ് ഞാൻ ഈ ഒരു ഇത് പറയാം. ഇത് എന്റെ ഒരു അനാലിസിസ് ആണ് ബാറ്റ്മാനെ കുറിച്ച്, ആൻഡ് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഇക്വേറ്റ് ഇറ്റ് വിത്ത് വാട്ട് എവർ ഈസ് ഹാപ്പണിങ്. കാരണം ഫിലിം ഈസ് ഓഫ് കോഴ്സ് എ ഗുഡ് ഇൻസ്ട്രുമെന്റ് ഫോർ ദാറ്റ്.
സോ മാൻഡ്രേക്ക് പ്രതിമകളെ ഇനിയൊരു ജനതയും എന്താ പറയാ വാങ്ങാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് സ്കാമുകളിൽ പെടാതെ സൂക്ഷിക്കുക. അതിപ്പോ പണ്ടൊക്കെ ലൈക്ക് പണ്ടെന്ന് വെച്ചാൽ നോട്ട് എവരി വൺ ബട്ട് സ്റ്റിൽ വി ഹാഡ് എ ടൈം വെൻ വി ബിലീവ് ദാറ്റ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ റിയലി ഹാഡ് എൻ അക്കൗണ്ടബിലിറ്റി. അപ്പൊ അതൊന്നുമില്ല. രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ക്രിപ്റ്റോ സ്കാമൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ഡിസ്റ്റോപ്പിയയിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇൻ ദിസ് സിറ്റുവേഷൻ always choose the right path. If it is to the left, then you will move to it. അത്രേ ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് IMFന്റെ ലോൺ വാങ്ങിക്കഴിഞ്ഞാൽ അർജന്റീനയിൽ അടുത്തത് എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ എങ്ങോട്ട് പോകും, ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. ആൻഡ് ദ ലെവൽ ഓഫ് ഇൻഇക്വാലിറ്റി ഈസ് ഇൻക്രീസിങ്. അപ്രൂവൽ റേറ്റ് ഓഫ് ഹാവിയർ മിലീസ് അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ഇൻ എ വേൾഡ് ഓഫ് ക്യാമസ്. അതിൽ വല്ല സംശയമൊന്നുമില്ല. എന്തായാലും പ്രതിഭ ഞാൻ കാനഡയ്ക്കും അർജന്റീനയ്ക്കും തിരിച്ചയച്ചിട്ടുണ്ട്. അടുത്ത മാൻഡ്രേക്കുകളെ പ്രതീക്ഷ എനിക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലൊക്കെ എനിക്ക് തരുന്നത് വരെ ലെറ്റ് മീ ഹാവ് എ പീസ്ഫുൾ ലൈഫ്. അല്ല, അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത ഒരു മാൻഡ്രേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാൻഡ്രേക്ക് ഉണ്ടാക്കിയ പ്രശ്നങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഓൾ ദ വ്യൂവേഴ്സ്, ഹasta la vista.